കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. സമരസമിതിയുമായി പോലീസ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സമരക്കാർക്കെതിരെ പോലീസ് കേസ് ഒഴിവാക്കാനും ധാരണയായി. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. മണ്ണെടുക്കാനായി എത്തിയ വാഹനം തടഞ്ഞത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ CI ഉണ്ടായിരുന്നു, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു, തഹസിൽദാരുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പൊ തൽക്കാലം മണ്ണെടുക്കുന്ന ഇവിടെ നിർത്തുകയാണ്. എന്നിട്ട് കോടതി, ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, ആ കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിലവിൽ തട്ടുതട്ടായി തിരിക്കാനും പില്ലറുകൾ ഉണ്ടാക്കാനും ബെഞ്ചുകൾ ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണോ ചെയ്തു തീർക്കുന്നത് അതുവരെ ഒന്നും ചെയ്യരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അപ്പൊ നാളെ വീണ്ടും തഹസിൽദാരും മറ്റാളുകളും DYSP ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ജിയോളജിസ്റ്റിനെ ഇവിടെ വരുത്തും. ഞങ്ങൾ രണ്ടുപേരും കൂടി അവരെ കൂടെ കൂടും. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയാണോ ചെയ്തത് എന്ന് പരിശോധിക്കും. അതിനുശേഷം മറ്റു നടപടികളിലേക്ക്, അതുവരെ മണ്ണെടുക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇനി മണ്ണെടുപ്പ് സംബന്ധിച്ച തുടർ യോഗങ്ങളൊക്കെ എപ്പോഴായിരിക്കും നടക്കുക? ഇന്ന് നടന്ന വലിയ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന്, അത് പോലീസ് വലിയ ഭീകരമായ രീതിയിൽ നേരിട്ടെങ്കിൽ പോലും ആ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുക്കുന്നത് തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് ജിയോളജിസ്റ്റിന്റെ ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ പോയപ്പോഴും പിന്നെ കളക്ടറുടെ ഭാഗത്തുള്ള ചർച്ചയിലൊക്കെ തന്നെയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, അതായത് ഈ സ്ഥലത്ത് തട്ടുതട്ടായി തിരിച്ചുകൊണ്ടും മറ്റ് പിന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും, അതായത് ഒരു മണ്ണെടുപ്പ് മണ്ണൊലിച്ചിലേക്കോ അല്ലെങ്കിൽ മഴക്കാലത്ത് വലിയൊരു അപകടത്തിലേക്കോ വരാതിരിക്കാൻ ആവശ്യമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് മണ്ണെടുപ്പ് തുടരാവുന്നൊരു അനുമതിയാണ് പൊതുവെ ഹൈക്കോടതി നൽകിയിരുന്നത്. ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും സാധാരണഗതിയിൽ മണ്ണെടുത്തുകൊണ്ട് പോയതാണ് ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഇവിടെയാക്കി. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ജിയോളജിസ്റ്റ് സന്ദർശിക്കും. ജിയോളജിസ്റ്റിനൊപ്പം തന്നെ ജനകീയ സമരസമിതി പ്രവർത്തകരും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഉണ്ടാവും. അങ്ങനെ സംയുക്തമായ പരിശോധനയിലൂടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവിടുത്തെ മണ്ണെടുപ്പ് നടത്തുന്നത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടർനടപടി ഉണ്ടാവുള്ളൂ. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മണ്ണെടുപ്പിനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടായിരിക്കും സ്വാഭാവികമായും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും ശ്രമിക്കുക. ജനകീയ സമരസമിതി ഇപ്പോൾ പിന്നെ പൂർണ്ണമായും മണ്ണെടുപ്പ് വെക്കാൻ പാടില്ല നിലപാടാണെങ്കിൽ പോലും ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ മണ്ണെടുപ്പിന് അനുമതി നൽകേണ്ടി വരും എന്നൊരു ധാരണ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് മണ്ണെടുപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. മണ്ണെടുക്കാൻ വേണ്ടി വന്ന മുഴുവൻ ലോറികളെയും പോലീസുകാർ തന്നെ തിരിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു JCB ഹിറ്റാച്ചി ഉണ്ട്, അതും മാറ്റണം. അല്ലെങ്കിൽ അതിലാരെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയാൽ അതും ജനകീയ സമരസമിതിയിലേക്ക് പേരിലേക്ക് വരും. അതുകൊണ്ട് അതും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് അത് ഒഴിവാക്കിയിട്ടില്ല. അതേസമയം അതിലാവശ്യമായ നിരീക്ഷണം നടത്താൻ വേണ്ടി വാഗയാട് എന്ന് പറയുന്ന ഒരു കരാർ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മണ്ണെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുപ്പാണ് നടക്കുന്നത്. വാഗയാട് എന്ന് പറയുന്ന കരാർ കമ്പനിക്ക് വേണ്ടി സബ് കോൺട്രാക്ട് മേടിച്ച ഒരാളാണ് ഇപ്പോൾ അവിടുന്ന് മണ്ണെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു റോഡിലേക്കുള്ള മണ്ണെടുപ്പ് നടത്തിൽ നാട്ടുകാർ ഇടപെട്ടിരുന്നില്ല. അതേസമയം നിരന്തരമായി വാഹനങ്ങൾ വന്നു പോവുകയും അവിടുത്തെ കുന്ന് ആകപ്പാടെ തന്നെ ഇടിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരികയും അവിടുത്തെ വീടുകൾ തന്നെ അവരുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഒരു സാഹചര്യത്തിലാണ് വലിയ തോതിൽ പ്രതിഷേധവുമായി ജനങ്ങൾ സംഘടിച്ചെത്തിയത്. എന്തായാലും ഇന്ന് മണ്ണെടുപ്പ് നിർത്തിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ജിയോളജിസ്റ്റിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മണ്ണെടുപ്പ് തുടരുക. ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിലായിരുന്നു മണ്ണെടുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.